സുപ്രഭാതം. ബാബിലോണിലേക്ക് അടിമകളാക്കപ്പെട്ടുകൊണ്ടുപോയ 3 പുരുഷന്മാരുടെ ചരിത്രം ഏവർക്കും പരിചിതമുള്ളതാണ്. ശദ്രക്, മേശക്, അബേദ്നെഗോ. ഈ 3 പുരുഷന്മാരുടെ മുമ്പാകെ വലിയ ഒരു പ്രതിസന്ധി വന്നു. ആ പ്രതിസന്ധി നെബൂഖദ്നേസർ രാജാവ് നിർത്തിയിരുന്ന സ്വർണ്ണബിംബത്തെ നമസ്കരിക്കണം എന്നുള്ളതാണ്. ആര്? വിട്ടുകൊടുക്കാൻ യാതൊരു മനസ്സുമില്ലാത്ത യഹൂദന്മാരായ 3 ബാലന്മാർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ഒരിക്കലും ചെയ്യുകയില്ല. അതിശക്തമായ നിലയിൽ അഗ്നി അതിന്റെ കാഠിന്യം വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ ബിംബത്തെ വീണ് നമസ്കരിച്ചില്ലെങ്കിൽ ഇവരെ പിടിച്ച് അവിടേക്ക് ഇട്ടുകളയും. അങ്ങനെ വലിയ പ്രതിസന്ധിയിൽ എത്തി നിൽക്കുമ്പോൾ അവർ പറഞ്ഞ ഒരു വാക്ക് ഇങ്ങനെയായിരുന്നു: ഈ ദൈവം ഞങ്ങളെ രക്ഷിക്കും എന്ന് ഞങ്ങൾക്കറിയാം, ഇനി രക്ഷിച്ചില്ലെങ്കിലും ഞങ്ങൾ ഈ ബിംബത്തെ നമസ്കരിക്കില്ല. എത്ര കൃത്യമായ, ദൃഢമായിരിക്കുന്ന ഉറച്ച തീരുമാനമാണ് അവരെടുക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അതെ, പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവവചനത്തെ വിട്ടുകളഞ്ഞ് പ്രതിസന്ധികൾക്ക് ഇടയിൽ ഒഴുകിപ്പോകുന്നവരായിട്ടല്ല, പ്രതിസന്ധികളെ തരണം ചെയ്ത് മുമ്പോട്ട് പോകുവാൻ നമുക്ക് ഇടയായിട്ട് തീരണം. ദൈവവചനം ഇങ്ങനെ പറയുന്നു: കഷ്ടവും സങ്കടവും എന്നെ പിടിച്ചിരിക്കുന്നു, എങ്കിലും നിന്റെ കൽപ്പനകൾ എൻ്റെ പ്രമോദമാകുന്നു. അതെ, ഏറ്റവും പ്രതിസന്ധിയുടെ മധ്യത്തിലും കഷ്ടവും സങ്കടവും വരുമ്പോഴും അതിന് മധ്യത്തിൽ ദൈവവചനം പ്രമോദമായിട്ട് തീരട്ടെ. സർവേശ്വരൻ നിങ്ങളെ സഹായിക്കും.